ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ റൂമിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ റൂമിൽ നന്ദയെ പൂട്ടിയിട്ടിട്ടാണ് ഗൗതം എല്ലാവർക്കും മുന്നിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നന്ദയെ ഒരുമാതിരി അടിച്ചിരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു ഈ ഗൗതം. അപ്പോഴും കിട്ടിയ അവസരമല്ലേ, അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ തനിക്ക് സ്റ്റാർ ആകാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പിങ്കി ആണെങ്കിൽ നന്ദയ്ക്ക് മുഴുത്ത അസൂയാണെന്നും നന്ദ ഇവരൊരുമിച്ച് ജീവിക്കുന്നതിൽ കുശുമ്പ് കയറി നടക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് തലയ്ക്ക് വട്ടു പിടിക്കുകയാണ് നമ്മുടെ അർജുന്. ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അർജുൻ അന്നേരം ദേഷ്യപ്പെട്ടു. അർജുൻ ഇവിടെ ദേഷ്യപ്പെടുന്നു, മറ്റുള്ളവരെല്ലാവരും നന്ദയെ കുറ്റപ്പെടുത്തുന്നു, ഗൗതം നന്ദയെ പൂട്ടിയിട്ടു. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ നന്ദ ചെയ്തു കേട്ടോ. അതിവരാരും, പ്രത്യേകിച്ച് ഈ ഗൗതം എന്ന് പറയുന്ന മണ്ടൻ അറിയുന്നില്ല. എന്തായാലും അത്രയും വലിയ പ്രശ്നവും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അർജുൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ ഇവരോട് പറയുന്നു, നിങ്ങളെല്ലാവരും കാര്യം അറിയാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നന്ദയെ നിങ്ങളെല്ലാവരും എന്തിനാണ് കുറ്റം പറയുന്നത്? നന്ദയ്ക്ക് പറയാനുള്ള കാര്യം എന്താണ്? അത് എല്ലാവർക്കും കേൾക്കാനുള്ള ഒരു മനസ്സ് അത് കാണിച്ചുകൂടെയെന്ന് ചോദിച്ചു. പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തതാണ് ഈ ഫംഗ്ഷൻ, ഞാനും പിങ്കിയും ചേർന്ന്. അപ്പോൾ അതിൽ ആരുടെയും അസൗകര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലർക്കും പല അസൗകര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ അറിയുക, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഈ വീട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിങ്കി അർജുൻ ഇതെന്താണെന്ന് ചോദിച്ചപ്പം പിങ്കിയും മിണ്ടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദ ഒരു MBBS സ്റ്റുഡൻ്റ് ആണെന്നും ആ സ്റ്റുഡൻറ്റിന് നേരിടേണ്ടി വരുന്ന പല പല പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അവളോടൊപ്പം നിൽക്കേണ്ടത് നമ്മൾ ഈ വീട്ടിലുള്ളവരല്ലേ, അല്ലാതെ അവളെ ഒറ്റപ്പെടുത്തുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അർജുൻ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അർജുൻ ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു, അർജുൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. നന്ദ എൻ്റെ ഭാര്യയാണ്, അവളുടെ കാര്യം എനിക്കറിയാം, നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടാ അങ്ങനെയല്ല, എന്തായാലും ഏട്ടൻ നന്ദയെ മുറിയിൽ പൂട്ടിയിട്ടത് ഒട്ടും ശരിയായില്ല, അത് ഏട്ടൻ ചെയ്ത വലിയൊരു തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ ഗൗതത്തെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഗൗതത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൗതം വിട്ടുകൊടുക്കുമോ? ഗൗതം ഒരു അക്ഷരത്തിന് പോലും വിട്ടുകൊടുക്കുന്നില്ല. ഗൗതം വലിയ ആളായിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏട്ടൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ സമ്മതിക്കണം. അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യം നന്ദയെ പോയി കൂട്ടിക്കൊണ്ട് വരാം. നന്ദയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നന്ദയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് അതെല്ലാവരും കാണിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ആരും ഒന്നിലും ഇടപെടണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ അഹങ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വല്യമായി വീണ്ടും, അതായത് അരുന്ധതി വീണ്ടും പറയുമ്പോൾ വല്യമ്മയോട് എന്താണ് നന്ദയ്ക്ക് പറയാനുള്ളതെന്ന് അറിയണ്ടേന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം നോക്കി നിൽക്കെ നമ്മുടെ അർജുൻ തന്നെ തീരുമാനമെടുത്ത് ഇവരുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയുണ്ട്, ഇവരെല്ലാവരും കൂടെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. ഇവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ അവിടെ ഉണ്ട്. നന്ദയെ ഗൗതം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിർവാഹമില്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മുടെ നന്ദ മുറിക്കകത്ത് പെട്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ചാണ് ഇവർ കയറി ചെല്ലുന്നത്. ഇവർ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു. നന്ദയെ ബെഡ്റൂമിൽ കണ്ടില്ല. അപ്പം നന്ദ എന്ന് വിളിച്ചുകൊണ്ട് അതിലെല്ലാവരും നടന്നു. പക്ഷെ നന്ദയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അർജുന് മനസ്സിലായി നന്ദ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ കാണിച്ചതിന് നന്ദ തന്നെ തിരിച്ചടി കൊടുത്തതാണെന്നുള്ളത് വ്യക്തമായി നമ്മുടെ അർജുന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ കാര്യം നമ്മുടെ അർജുൻ എന്നിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു. എന്തായാലും നന്ദയെ പൂട്ടിയിടാൻ ഏട്ടൻ ശ്രമിച്ചിട്ട് അത് സാധിച്ചില്ല, നന്ദ നല്ല മിടിക്കുകയാണ്, നന്ദയുടെ കാര്യം നോക്കി പോയി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി ഇതാകെ പ്രശ്നമാകുമല്ലോ അർജുൻ മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതിനിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാനാണെന്നും ചോദിച്ചുകൊണ്ട് അർജുൻ ഇങ്ങനെ ലക്ഷ്മിയോട് ചോദിക്കുക. അത് കഴിഞ്ഞ് ഇവർ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ നന്ദ എന്തിയെന്ന് ഇവരെല്ലാവരും കൂടെ ചോദിച്ചു, അർജുനോടും ലക്ഷ്മിയോടും ഒക്കെ. അപ്പോൾ നന്ദ റൂമിലില്ല എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു. റൂമിലില്ലേ, പിന്നെ അവൾ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ബാൽക്കണിയുടെ ഡോറ് തുറന്നു കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവളുടെ കയ്യിലിരിപ്പ്. മതിൽ ചാടാനും തുടങ്ങി. ഭർത്താവിന് ഒരു വിലയും കൊടുക്കാതെ മതിൽ ചാടുന്ന നന്ദയാണോ നല്ലവള്? ഈ നന്ദയാണോ അർജുൻ എപ്പോഴും ഇങ്ങനെ ഏട്ടത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ റോൾ മോഡലാക്കി കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു പിങ്കി. അപ്പോൾ പിങ്കി, നിനക്ക് സംസാരിക്കാനുള്ള അവസരം തരാം, നീ ഇപ്പോൾ സംസാരിക്കണ്ട എന്ന് അർജുൻ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അർജുൻ പറയുന്നത് പോലെ തന്നെ അനുസരിക്കണം. എന്നെപ്പോലെ തന്നെയുള്ള ഒരു ഭാര്യയാണല്ലോ നന്ദയും. നന്ദ എന്നിട്ട് എന്തുകൊണ്ട് ഗൗതത്തിന് ആ ഒരു മര്യാദയും ബഹുമാനവും കൊടുക്കുന്നില്ല? അതിനെപ്പറ്റി അർജുൻ എന്താ പറയാനുള്ളത്? അപ്പോൾ അർജുന നന്ദയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പിങ്കി ഇത്. അപ്പോൾ പിങ്കിയോട് സംസാരിക്കാതിരിക്കാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ച് അർജുൻ വീണ്ടും പറഞ്ഞു.
അപ്പോഴേക്കും നമ്മുടെ നന്ദ പുറത്തുനിന്ന് കയറി വരും. അപ്പോൾ ബുക്കൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നന്ദയെ ഒരു കുറ്റവാളിയെ പോലെ മുദ്ര കുത്തി അങ്ങനെ നിർത്തിയിരിക്കുന്നു. അതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കാണിച്ചും കൊടുത്തു. ഈ ഗൗതം ആണെന്നുണ്ടെങ്കിൽ അലമുറ ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നില്ലേ നന്ദയ്ക്ക് മുന്നിലേക്ക്. നീ എവിടെ പോയതായിരുന്നടി എന്നും ചോദിച്ചുകൊണ്ട്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ വാക്ക് ധിക്കരിക്കാറായോ നീ? എനിക്ക് നീ എന്ത് വിലയാ തന്നിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വില തരാത്ത ആരും പിന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നു. നന്ദയാണെങ്കിൽ ഈ ഒരു രോക്ഷഭാവം കണ്ട് ഞെട്ടി നിൽക്കുക. അപ്പോൾ നന്ദയുടെ മുഖത്തെ ആ ഒരു സങ്കടവും കാര്യങ്ങളും എല്ലാം കണ്ട് പിങ്കി മനസ്സറിഞ്ഞങ്ങ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദ വിട്ടുകൊടുക്കുമോ? നന്ദ നല്ലത് പറഞ്ഞു. അപ്പോഴേക്കും ഗൗതം നന്ദയെ തല്ലാൻ കൈ ഓങ്ങി. വേഗം തന്നെ അർജുൻ ഏട്ടൻ്റെ കൈക്ക് കയറി പിടിച്ചു. ഏട്ടൻ ഈ ചെയ്യുന്നത് മര്യാദയല്ല എന്നും പറഞ്ഞുകൊണ്ട്. അർജുൻ, ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഞാനും നന്ദയും ഭാര്യ ഭർത്താക്കന്മാർ. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മൂന്നാമതൊരാൾ കയറി വരണ്ട. ഞങ്ങൾക്കുള്ള ബന്ധം കഴിഞ്ഞിട്ടേ മൂന്നാമതൊരാൾക്ക് ഞങ്ങൾക്കിടയിൽ ബന്ധമുള്ളൂ. അപ്പം അർജുനോട് മാറി നിൽക്ക് എന്നുള്ളൊരിതിലാണ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നന്ദയുടെ കാര്യത്തിൽ അർജുൻ ഇടപെടണ്ട, അത് പറയാതെ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. എന്നിട്ട് നന്ദയെ ഒരുപാട് ശാസിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മി ഒഴിച്ച് അർജുൻ ഒഴിച്ചു ബാക്കി എല്ലാവരും നമ്മുടെ നന്ദയെ അങ്ങോട്ട് പഴിക്കാൻ തുടങ്ങി. നന്ദയെ ഇനി പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, അതാണ് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളവളെ ഇന്ദീവരത്തിൽ വാഴിക്കാൻ പറ്റത്തില്ല, ഇറക്കി വിടുകയാണ് വേണ്ടത്. എൻ്റെ പൊന്നെ, നന്ദ ഇനി കേൾക്കാനൊന്നുമില്ല. പക്ഷെ നന്ദ തനിക്ക് പറ്റുന്നിടത്തോളം ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ നന്ദയ്ക്ക് സപ്പോർട്ട് നിൽക്കാനായിട്ട് നമ്മുടെ അർജുനും ശ്രമിച്ചു കേട്ടോ. അങ്ങനെ നന്ദയെ തല്ലാനായിട്ട് കൈ ഓങ്ങിയ ഗൗതത്തിനെ പോലും തടഞ്ഞ് തൻ്റെ ഏട്ടത്തിയെ കയ്യിൽ പിടിച്ചപ്പോൾ ഏട്ടത്തിക്കൊരാവശ്യം. അപ്പോൾ നന്ദയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നന്ദ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നന്ദ പറഞ്ഞത് പൂർണ്ണമായും 100% ന്യായമായൊരു കാര്യമാണെന്നും അത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വളച്ചൊടിച്ച് അതിൻ്റെ അർത്ഥം മാറ്റിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറയുന്നു. എന്തായാലും ആ ആൾക്കൂട്ടത്തിൽ വെച്ച് നമ്മുടെ നന്ദയെ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടുത്താനും കൊത്തി വലിക്കാനും നിന്നവരുടെ മുന്നിൽ ആ സത്യം വിളിച്ചു പറഞ്ഞ് നമ്മുടെ അർജുൻ തന്നെ നന്ദയെ രക്ഷിക്കുന്നു. എന്തായാലും നന്ദയ്ക്ക് അർജുൻ രക്ഷകനായി എത്തുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. പിങ്കിക്ക് അതൊരു വല്ലാത്ത തിരിച്ചടി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പിങ്കി ഉള്ളുകൊണ്ട് സന്തോഷിച്ചാലും ഭർത്താവിൻ്റെ സ്നേഹം പിങ്കിക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു ഇത് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും പിങ്കിക്ക് ചെറിയ ചെറിയ സൂചനകളായിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ പിങ്കി ഇത്രയും കാലം കളിച്ചതിനൊക്കെയുള്ള ശിക്ഷ പിങ്കിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.